ഞാനിവിടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. ഒരു കുഞ്ഞു കഥയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയില്ലേ, സ്കൂൾ തുറക്കുമ്പോഴേക്കും നമുക്ക് കുഞ്ഞു കുഞ്ഞു കഥകൾ പഠിച്ചെടുക്കാം. ഞാൻ ഇന്ന് അതിലത്തെ ഒന്നാണ് പറയാൻ പോകുന്നത്, കുഞ്ഞിക്കഥ. ഇന്ന് നമുക്ക് കഥ തുടങ്ങിയാലോ? കഥയുടെ പേരാണ് പറയാല്ലേ. ഒരമ്മയാടും 5 കുഞ്ഞുങ്ങളും. പണ്ടൊരു കാട്ടിൽ ഒരമ്മയാടും 5 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അമ്മയാട് തീറ്റ തേടാൻ പോവുകയായിരുന്നു. അപ്പോൾ അമ്മയാട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഞാൻ വന്ന് വിളിച്ചാൽ മാത്രമേ നിങ്ങൾ വാതിൽ തുറക്കാവൂ. വേറെ ആര് വന്ന് വിളിച്ചാലും നിങ്ങൾ വാതിൽ തുറക്കരുത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മയാണ് വന്ന് വിളിക്കുക എന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അപ്പോൾ അമ്മയാട് പറഞ്ഞു, ഞാൻ വന്നൊരു പാട്ട് പാടാം. പുന്നാരമക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്ന അമ്മ തൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, സാക്ഷാജനനിയുള്ളിൽ കയറ്റുവിൻ. ഇങ്ങനെ പറഞ്ഞ് അമ്മയുടെ തീറ്റ തേടാൻ പോയി. കുഞ്ഞുങ്ങൾ വാതിലടച്ചു, സാക്ഷിയിട്ടു. ഇതൊക്കെ ആ ആൽമരത്തിന്റെ ചോട്ടിൽ നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആരാ? നമ്മളെ കുറുക്കൻ. അമ്മയാട് പോയി കഴിഞ്ഞ തക്കം കുറുക്കൻ വന്ന പാട്ട് പാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്ന അമ്മ തൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, സാക്ഷാജനനിയുള്ളിൽ കയറ്റുവിൻ. ഇങ്ങനെ പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടതും കുഞ്ഞുങ്ങൾ ചിതറിയോടി. എല്ലാത്തിനും പിടിച്ച് വിഴുങ്ങി ദൂരേക്ക് ഓടിപ്പോയി. അമ്മയാട് കൈ നിറയെ പലഹാരങ്ങളും കൊണ്ടുവന്നു. എന്നിട്ട് ആ പാട്ട് പാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്ന അമ്മ തൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, സാക്ഷാജനനിയുള്ളിൽ കയറ്റുവിൻ. വാതിൽ തുറന്നില്ല. അപ്പോൾ അമ്മയാടോ ഒറ്റ വാതിൽ തുറന്നു. കുഞ്ഞുങ്ങളെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അമ്മയാടിന് മനസ്സിലായി ഇത് കുറുക്കനാണ് എന്ന്. ആൽമരത്തിന്റെ ചുവട്ടിൽ നിറയെ ചളിയുണ്ടായിരുന്നു. അതിൽ ചവിട്ടിയാണ് കുറുക്കൻ വീട്ടിലോട്ട് കയറിയത്. ചളിയുടെ കാൽപാദങ്ങൾ തപ്പി അമ്മയുടെ കുറുക്കൻ്റെ അടുത്തെത്തി. കുറുക്കൻ വയറും വീർത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അമ്മയാട് ഓടി വന്ന ഒച്ചക്കുത്ത് വയറ് കീറി. കുഞ്ഞുങ്ങളെല്ലാവരും പുറത്ത് വന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ ഏത് ആപത്തിൽപ്പെട്ടാലും മാതാപിതാക്കൾ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ കൊച്ചു കഥ നിർത്തുന്നു. നന്ദി, നമസ്കാരം.